The real winner of Big Boss Season 7. നൂറ ഞാൻ ഈ സീസൺ തുടങ്ങിയ സമയം മുതൽ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവരുടെ രണ്ടുപേരുടെയും കുടുംബത്തിന് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിരുന്നു. ഞാനായിട്ട് ഡയറക്റ്റ് വിളിക്കുന്നതായിക്കോട്ടെ, മറ്റാളുകളെ കൊണ്ട് വിളിപ്പിക്കുന്നതായിക്കോട്ടെ, ചാനലിൻ്റെ സൈഡിൽ നിന്ന് വിളിപ്പിക്കുന്നതായിക്കോട്ടെ, ഈവൻ ലാലേട്ടൻ്റെ ഉൾപ്പെടെ അടുത്തുനിന്ന് വിളിപ്പിക്കുന്ന സാഹചര്യങ്ങളിലൂടെ പോയിട്ട് പോലും ഇവരുടെ പാരൻസോ ഫാമിലിയോ കുടുംബമോ ആരും ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. അവരുടെ അടുത്ത് പോയി നമ്മൾ പറഞ്ഞു കൊടുക്കാം, ഈ കുട്ടികളുടെ അവസ്ഥകൾ മനസ്സിലാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് വിട്ടിട്ടുണ്ട്. അതേമാതിരി അവരെ വീട് വരെ എത്താൻ പറ്റിയില്ല. അതിനു മുമ്പേ പലയിടങ്ങളിൽ നിന്ന് എനിക്ക് വധശ്രമം വരെ ഉണ്ടായിട്ടുണ്ട്. ഫോൺ കോൾ വഴി സപ്പോർട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് എന്നെ കൊന്നു കളയുമെന്നുള്ള ഭീഷണി വന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ വീട് ആക്രമിക്കുമെന്ന് പറയുന്നു. എനിക്ക് പല പല തരത്തിലുള്ള ത്രട്ടണിങ് ഉണ്ട്. ഞാനിപ്പോൾ ഇവർ വന്നതിന് ശേഷം കുറച്ച് റെക്കോർഡ്സുകൾ ഞാൻ കയ്യിൽ കരുതി വെച്ചിരിക്കുക. ഇവർ വന്നതിന് ശേഷം ഇവരുടെയും കൂടെ ഒരു സപ്പോർട്ടിങ് കൊണ്ട് ഞാൻ കേസ് കൊടുക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിച്ചിട്ടിരിക്കുക. അനുമോള് ഭയങ്കര സെൽഫിഷാണ്. അനുമോൾക്ക് അനുമോളുടേതായിട്ടുള്ള മാത്രം കാര്യങ്ങളും അനുമോൾക്ക് എങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ അതിന് ന്യായീകരണങ്ങളും. ആ കുട്ടി ഒരു സെൽഫിഷാണ്. ഗെയിമിന്റെ രീതിയാണ്. അല്ലല്ല, പൊതുവെ അനുമോളൊരു സെൽഫിഷാണ്. സോ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ശരിക്കും ഇവരൊക്കെയാണ്. ടെക്കി ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആണ്. അനുമോളുടെ ഗെയിമിന്റെ രീതി എനിക്ക് ഇഷ്ടമില്ല. അനുമോൾ എക്സ്ട്രീം ലെവൽ സെൽഫിഷാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ, നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇരിക്കുന്നത് BB കഫേയിലാണ്, ബിഗ് ബോസ് കഫേയിൽ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ദിയാസന. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര സന്തോഷം രമ്യ കണ്ടതിൽ. ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അവർക്കൊരു സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് ദിയ അവിടെ ഭയങ്കര ധൈര്യത്തോടെ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. സത്യം മീൻസ് അലോട്ട്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്നെ കുറേ അധിക രീതിയിൽ പല ആൾക്കാർ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിലും എന്നെ അറിയുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യർക്കൊക്കെ അറിയാം ഞാൻ ഭയങ്കര ഒരു സപ്പോർട്ടിങ് ആയിട്ട് ഭയങ്കര ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ ഇരുന്ന് പറയും, ഇപ്പം ഞാൻ പുകഴ്ത്തുന്നു എന്നുള്ള രീതിയിലല്ല ഞാൻ എന്നെ പറ്റിയിട്ട് പറയുന്നത്, പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ ഇരുന്നുകൊണ്ട് പറയും അത് ആളുകൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ദിയ വരുന്ന സമയത്ത് നമുക്കൊക്കെ ദിയനെ കൊണ്ടൊരു ഉപയോഗം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത് കാരണം അതിപ്പം ഇന്നാ ഞാൻ കഴിച്ചില്ല നീ കഴിച്ചു എന്ന് പറയുന്ന ഒരു വിഷയമല്ല. അതിലപ്പുറത്തേക്ക് ഭയങ്കരമായ കുടുംബത്തിലും ഫാമിലിയിലും ഒക്കെ ക്രൂഷ്യലായിട്ടൊക്കെ നിൽക്കുന്ന കണ്ടീഷനിൽ പോലും, പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ, നമ്മൾ ചെന്ന് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് അത് എന്തൊക്കെയോ ഒരു രീതിയിൽ കണക്റ്റഡ് ആയിട്ട് ആരോ ചെയ്യിപ്പിക്കുകയാണ്. ദിയയിലൂടെ മറ്റുള്ളവർക്കൊക്കെ ഒരു കോൺഫിഡൻസ് കൂട്ടാനായിട്ട്, അവർക്കൊക്കെ ഒരു ധൈര്യം കൂട്ടാനായിട്ട് ദിയയിലൂടെ പ്രവർത്തിക്കുകയാണ്. ഇന്നിപ്പോ നമ്മള് ബിഗ് ബോസ് കഫേയിൽ ഇരിക്കുന്നത് കൊണ്ട് എൻറ്റേർലി സീസൺ 7 കൗണ്ട് ഡൗൺ ഡേയ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇപ്പൊ അതിന്റെ ഒരു അപ്പൊ നമുക്ക് എന്റെ അഭിപ്രായത്തിൽ, അതാണ് സെഗ്മെന്റിന്റെ പേര്. അപ്പൊ എനിക്ക് അറിയേണ്ടത് ദിയയുടെ അഭിപ്രായത്തിൽ ആരൊക്കെയാണ്, ഞാനിപ്പോ ഓരോന്നും വായിക്കുമ്പോ അതിനായിട്ട് ചേരുന്നത് ആരുടെ പേരാണ്, എന്തുകൊണ്ട്, ഇതാണ് അറിയേണ്ടത്. ഓക്കെ. നിലപാടുകളിൽ ഉറച്ചു നിൽക്കാത്തത് കൊണ്ട് ഫൈനലിൽ അന്തിമ വിജയം നഷ്ടമാകുമെന്ന് തോന്നുന്നത് ആര്? അവിടെ പ്രത്യേകിച്ച് ആർക്കും നിലപാടുകളില്ല. അതുകൊണ്ടിട്ട് എനിക്ക് അങ്ങനെ ഞാൻ സത്യം ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്, അതിനകത്ത് വ്യക്തികളുണ്ട്, പക്ഷെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോന്ന് വെച്ചാൽ എനിക്ക് അവിടെ അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ഇല്ല. പിന്നെയും പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് അനീഷ്. എനിക്ക് അനീഷിനെയാണ് കുറച്ച്. അനീഷ് ഭയങ്കര കള്ളം പറയുന്നുണ്ട്. അത് നമ്മൾ റീസെന്റ്ലിയാണ് തിരിച്ചറിഞ്ഞത്. അത് പക്ഷെ അനീഷിന് ഒരു നിലപാടുണ്ട്. അനീഷിനൊരു ഇത്തിരി നിലപാടുണ്ട് എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെ പറയാൻ പറ്റില്ല കേട്ടോ. അതായത് നിലപാടുകളില്ല ആർക്കും. അങ്ങനെയാണെങ്കിൽ വേറൊരാളുടെ എക്സാമ്പിൾ എടുത്ത് നോക്കില്ല. അതായത് അനു ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തുടക്ക സമയത്ത്, ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പൊ അതില് ലാലേട്ടൻ വരെ ഞങ്ങളാരും കണ്ടില്ലല്ലോ, പിന്നെ അനു മാത്രം എവിടെ നിന്ന് കണ്ടു എന്ന് ലാലേട്ടൻ വരെ അനുവിന്റെ അടുത്ത് തിരിച്ചു ചോദിച്ചപ്പോഴും ഇപ്പോഴും കണ്ടത് ഞാൻ കണ്ടു, അനുവിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അക്ബറിന്റെ ഒരു വിഷയത്തിൽ ഇന്നലത്തെ 2 ദിവസത്തിന് മുന്നുള്ള എപ്പിസോഡില് അക്ബർ വന്നിരുന്ന അനുവിനോട് സംസാരിക്കുകയാണ്. നിങ്ങൾ അന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇതുണ്ടോ, അപ്പോളജിയോ മറ്റോ പറയാനുള്ള ഒരു രീതി? എനിക്കറിയാം അത് തെറ്റാണെന്ന്, പക്ഷെ എനിക്ക് ആ ടൈമിൽ ഫീൽ ചെയ്തത് അതാണ്.
എന്ന് പറയാണ്. എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റാണ്. ആ തെറ്റാണെന്ന് നിസ്സാരമായിട്ട് അനുമോൾ അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ ഒരു പുരുഷനാണ്, അവൻ്റെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി പുറത്തിരിപ്പുണ്ട്, അവനൊരു കുടുംബമുണ്ട്, അവൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അവനെ പുറത്ത് അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തില്ലേ, അത് വളരെ മോശമായിട്ടുള്ള രീതിയല്ലായിരുന്നോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എറിഞ്ഞിട്ട് കൊടുത്തതിൽ തന്നെ പിടിച്ചു നിൽക്കാത്ത എന്തായിരുന്നു? തിരിച്ചു വന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്ക് അവൻ അത്ര ഇമോഷൻസ് ഉണ്ട്. ആ വിഷയത്തെ വീക്കെൻഡ് എപ്പിസോഡുകൾ സംസാരിച്ചിട്ട് കൂടിയില്ല. സംസാരിക്കാത്തതെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഈ കുൽസിതങ്ങൾ തന്നെയാണ് ഈ സീസൺ. ലാലേട്ടനെ പോലുള്ള ഒരു മനുഷ്യന് ഒരു സമാധാനവും ഒരു ഇതൊക്കെ തന്നെ വേണ്ടേ? അയാൾ ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ കുൽസിതങ്ങൾക്ക് മാത്രം മറുപടി പറയാൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന മാതിരിയാണ് ഓരോ ആഴ്ചകളിലും ഈ വീട്ടിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു കുറേ ഫോർവേഡിങ് മൈൻഡുള്ള കുറേ മനുഷ്യർ, ഇപ്പം ഈ പറഞ്ഞ ആദിലായിക്കോട്ടെ, നൂറായിക്കോട്ടെ, ഒനീലായിക്കോട്ടെ, നെവിൻ ആയിക്കോട്ടെ, ഇവരൊക്കെ ഭയങ്കര ഫോർവേഡിങ് തിങ്കിങ് ഉള്ള ആളുകളാണ്. ഷാരിക, അങ്ങനെ കുറേ ആളുകൾ. പക്ഷേ ഇവരൊക്കെ നമ്മൾ പിന്നീട് കാണുന്നത് എല്ലാവരും തകിടം പറഞ്ഞൊരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഈ നിലപാട് ഉറച്ചു നിൽക്കാത്തത് കൊണ്ടിട്ടുള്ള ഫൈനാലെ കപ്പ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്ത. ഈവൻ അനീഷ് ഉൾപ്പെടെ, അനീഷ് ഉണ്ടായിരുന്നു, പക്ഷെ അനീഷ് ഇടയ്ക്ക് വെച്ച് പൊളിഞ്ഞു. ഇപ്പൊ സാബുചേട്ടനൊക്കെ വന്ന സമയത്തൊക്കെ വളരെ കൃത്യമായിട്ട് അനീഷിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും മറ്റൊക്കെ അനീഷ് കിടന്ന് പെടുന്നുണ്ടായിരുന്നു. പക്ഷെ കുറെ നാളുകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അനീഷിന് പറ്റി അല്ലേ? നമ്മളെല്ലാരും അനീഷ് എന്തൊരു ക്ലീൻ ആൻഡ് ഇതാണെന്നൊക്കെ വിചാരിച്ചു. ഫൈനലി ലാലേട്ടൻ പൊക്കിയതോപ്പോഴാണ്. അനീഷ് ക്ലീൻ എന്നുള്ള ഒരു സാധനം എനിക്കില്ലായിരുന്നു. അനീഷ് എക്സലന്റ് ആയിട്ട് ഒരു ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അനീഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇറിറ്റേഷൻ എന്നുള്ളത് അനീഷിന്റെ റിപ്പീറ്റേഷൻ ആണ്. അത് ഈ റിപ്പീറ്റ് ചെയ്ത് അത് ഹൗസിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി പലരും പറഞ്ഞായിരുന്നു. അത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, ഒരു ദിവസം തല തിന്ന് സൗകര്യത നഷ്ടപ്പെടുമെന്ന്. ഇപ്പൊ ഇവൻ പറഞ്ഞ മാതിരി, ഷാനവാസ് ഇന്നലെ പറഞ്ഞ മാതിരി, ബിഗ് ബോസ് രാവിലെ പാട്ട് വെച്ചിട്ട് ഇറങ്ങി ഓടിക്കളയും. ബിഗ് ബോസിന്റെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് തിരിച്ചു വരണത്. അപ്പോഴേ കാരണം അത്രയും ബുദ്ധിമുട്ടാണെന്നാ പറയണത്. അവർക്ക് അത്രമാത്രം ബുദ്ധിമുട്ട് ആളിന്റെ അടുത്ത്. പക്ഷെ ആളൊരു ജെനുവിൻ ആയിട്ടൊക്കെ ഉള്ള ഒരാളൊക്കെ തന്നെയാണ്. നമ്മളിപ്പം എൻ്റെ പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എല്ലാവരെയും എനിക്ക് അങ്ങനെ പറയാനില്ല. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇല്ല. അങ്ങനെ ആൻസർ ഇല്ല. അപ്പൊ അടുത്തതിലേക്ക് നോക്കാം. പുറത്തുള്ള അവസ്ഥ ലെവലേശം മനസ്സിലാക്കാതെ അകത്ത് എന്തോ കാണിച്ചു കൂട്ടുന്നു എന്ന് തോന്നുന്നു. നെവിൻ ആണോ? നെവിൻ. പക്ഷെ നെവിനൊരു ധാരണയുണ്ട്, പുറത്ത് അവന് സപ്പോർട്ടുണ്ട്. നല്ലെന്നുണ്ടെങ്കിൽ ഇതുവരെ എത്തത്തില്ലല്ലോ. പക്ഷെ അവൻ എന്തോ കാണിച്ചു കൂട്ടുന്നത് വെളിയിലും അകത്തൊക്കെ ഇതേമാതിരിയാ. ഞാനൊക്കെ കണ്ട നെവിൻ ഇങ്ങനെ തന്നെയാണ്. അപ്പം ഇതേപോലെ തന്നെ ശരിക്കുള്ള ക്യാരക്ടർ അല്ല. ഇങ്ങനെ ഞളിബിഴിയെ കാണിച്ച് ഇങ്ങനെ എന്തെങ്കിലും അവൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാവോ? അവൻ ഇപ്പം ഞാനിങ്ങനെ ഈ പുള്ളിക്കാരനെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഒരു നമ്മൾ ബിഗ് ബോസിൻ്റെ തന്നെ ഒരു അസോസിയേഷൻ പോലെ ഞങ്ങളുടെ എക്സ് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ കൂടി ഞങ്ങളൊരു ഇത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ അപ്സരേൻ്റെയൊക്കെ കൂടെ വന്നതാണ്, ജാൻമണി, അപ്സര, ഇവരുടെയൊക്കെ കൂടെ വന്നതാണ് ഈ നെവിൻ. അപ്പം അങ്ങനെയാണ് എനിക്ക് അവനെ അറിയുന്നത്. അതിനുശേഷം അവിടെ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് പരിചയപ്പെട്ടു. ആഫ്റ്റർ ദാറ്റ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്ന സമയത്ത് നെവിൻ അവിടെ വന്നിരുന്നു. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെവിൻ ഒരേ ഒരു പ്രശ്നമേ നെവിൻ്റെത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ. ഒരാളിൻ്റെ പേഴ്സണൽ സ്പേസിൽ അവിടേക്ക് നെവിൻ അങ്ങ് ഇടിച്ചു കയറുക. അതൊരു ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അത് ശരിയല്ല. അത് നെവിന്റെ ക്യാരക്ടറിന്റെ ഭാഗമാണ്. അത് അന്ന് ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ടീം അന്ന് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അല്ല. ഇന്ന് അവൻ ബിഗ് ബോസിന്റെ എന്തായാലും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യേണ്ട ആള് തന്നെയാണ്. പക്ഷെ അന്ന് അവൻ അല്ലായിരുന്നു. പക്ഷെ ആ സ്പേസിലൊക്കെ അവൻ അങ്ങ് ഇടിച്ചു കയറുക. അവിടെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ആളുകൾക്കുണ്ടായി. അപ്പം മറ്റ് കണ്ടസ്റ്റൻസ് ഒക്കെ പറയാൻ തുടങ്ങി, നമ്മളടുത്ത് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി പറഞ്ഞിട്ടല്ലേ, നമുക്കറിയാത്ത ആളുകൾ ഇതിൻ്റെ ഇടയിൽ വരരുത് എന്നുള്ളത്. എന്ന് വെച്ചാൽ അത് അവനെ ഇൻസൾട്ട് ചെയ്യാനോ അങ്ങനെ ഒന്നുമല്ല. അത് അവനതറിയില്ല. അതിപ്പം പിന്നീട് ഇതായാലും സാബുചേട്ടൻ ഇപ്പോൾ പോയ സമയത്ത് സാബുചേട്ടൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ, ലൈവിൽ ഞാൻ കണ്ടായിരുന്നു ഇതേപോലെ ഇത് സെറ്റിയുടെ മുകളിൽ കൂടെ സാബുചേട്ടൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ സാബുചേട്ടൻ മാറ്റുന്ന അങ്ങനെ ഒരു സാധനമാണ് അവൻ്റെ പ്രശ്നമുള്ളത്. അവൻ്റെ ഗെയിമോ അവൻ്റെ എൻ്റർടൈൻമെൻറ്റോ അവൻ്റെ മറ്റ് ആക്ടിവിറ്റികളിലോ ഒന്നും ഒരു പ്രശ്നമില്ല. ഇത് അവൻ്റെ ഒരു പ്രോബ്ലം തന്നെയാണ്. അത് കാരണം അവന് ഒരുപാട് ബുദ്ധിമുട്ട് പുറത്തും ഉണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഈ പ്രൈവസി പേഴ്സണൽ സ്പേസിൽ കയറി ചെല്ലുന്നത് കൊണ്ടിട്ടുള്ള ഒരു പ്രശ്നം. ഓക്കെ, അതപ്പം ക്യാരക്ടറിന്റെ ഭാഗമായിരിക്കാം. അതുകൊണ്ടല്ലേ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്.
ഓക്കെ. അത് നെവിൻ ഇന്നലത്തെ മോർണിംഗ് ടാസ്കിൽ നെവിൻ തന്നെ പറഞ്ഞു, എൻ്റെ സ്വഭാവം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ കട്ടെടുക്കുന്നത് ആഹാര സാധനങ്ങളാണ്, വീട്ടിൽ റെഗുലറായിട്ട് വെച്ചിരിക്കുന്ന ആഹാരമാണെങ്കിൽ കൂടി എനിക്ക് അപ്പുറത്തൂടെ കറങ്ങി വന്ന് അത് എടുക്കാനാണ് എനിക്കിഷ്ടം, അതെൻ്റെ ഒരു സ്വഭാവത്തിലുള്ളതാണ്, പക്ഷെ ഞാൻ വേറൊന്നും കക്കൂല. അങ്ങനത്തെ കള്ളനാക്കരുത്, അതായത് ഭയങ്കര മോശപ്പെട്ട ഒരു കള്ളനാക്കരുത്. ആഹാര സാധനങ്ങളിൽ എന്നെ അങ്ങനെ ഇതാക്കിക്കോളാൻ പുള്ളി തന്നെ സമ്മതിച്ചു ഈ ക്വസ്റ്റ്യൻ ആൻസർ. അടുത്തത് ലൈവിലുള്ളത് എപ്പിസോഡിലില്ല ബട്ട് ഡിസേർവ്ഡ്. അക്ബറാണ്. ലൈവിൽ ഒരുപാട് പെർഫോം ചെയ്യുന്നുണ്ട് അക്ബർ, എപ്പിസോഡിൽ അക്ബറിന്റെ പെർഫോമൻസ് കാണിക്കുന്നില്ല. അതപ്പോ എന്തുകൊണ്ടാന്ന് തോന്നുന്നു, അറിയത്തില്ല, എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഒരുപാട് ലൈവിൽ പെർഫോമൻസ് ഉണ്ട്. ഈവൻ അക്ബറിന്റെ കോമഡി പാട്ടുകളായിക്കോട്ടെ, ഭയങ്കര പാരഡിയാണ്. അക്ബർ ഈച്ചാൻ എനിക്ക് തോന്നുന്നു അവിടെ 1 മണിക്കൂർ ഇടപെടുമ്പോഴേക്ക് അവന്റെ വായിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ചെറിയ പാട്ടുകൾ വരുന്നുണ്ട്, എന്റർടൈൻമെന്റ്സ് വരുന്നുണ്ട്, തമാശകൾ വരുന്നുണ്ട്. ലൈവിൽ ഇതെല്ലാം ഉണ്ട്. പല ആൾക്കാരും ചളു എന്ന് പറയും, മറ്റേതെന്ന് പറയും, എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അത്യാവശ്യം മറ്റ് കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ നല്ല രീതിയിൽ ഒരു കണ്ടന്റ് കൊടുക്കുന്ന ഒരു കണ്ടന്റ് മേക്കർ ആണ് അക്ബർ. അക്ബറിനെ ലൈവില് കാണുന്നുണ്ട്, എപ്പിസോഡ് വരുമ്പോൾ അത് കാണുന്നില്ല. ഇനി ഇപ്പത്തെ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 ഇപ്പൊ നിൽക്കുന്ന കണ്ടസ്റ്റൻസിലെ തെറ്റിദ്ധരിക്കപ്പെട്ട കണ്ടസ്റ്റന്റ് ആദില. എന്തുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു? ആദിലയുടെ പാർട്ട്ണറുമായിട്ട് ഭയങ്കര സ്നേഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. എല്ലാ മനുഷ്യരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നത് പോലത്തെ പൊസസീവും ഇമോഷൻസും എല്ലാം അവരുടെ ജീവിതത്തിനകത്തുണ്ട്. സ്വാഭാവികമായിട്ടും ആദില നൂറയെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ബുള്ളി ചെയ്തിട്ട് അല്ലെങ്കിൽ നൂറേനെ പിടിച്ച് ഇരുത്തി നൂറേനെ തട്ടിക്കൊണ്ടുപോയി. നൂറയുടെ സെക്ഷുവാലിറ്റി വരെ പൊതുസമൂഹം അഡ്രസ്സ് ചെയ്യുന്നത് ആദില അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ്. നൂറ ഒരു ലെസ്ബിയനെ അല്ല എന്നുള്ള ലെവലിലൊക്കെ തന്നെ ആളുകളുടെ അസംഷൻ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ ആ കുട്ടിയെ കാണാൻ നല്ല സുന്ദരി ആയതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഇതുപോലെ ഈ പറഞ്ഞതുപോലെ കുറച്ച് പ്രോഗ്രസീവായിട്ട് അത്യാവശ്യം നല്ല ബോൾഡായിട്ടുള്ള നല്ല സുന്ദരികളായിട്ടുള്ള, പ്രത്യേകിച്ച് അത് എടുത്ത് പറയണം. കാരണം ഇവിടെ അത് എടുത്ത് പറയണതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പം എപ്പോഴും ഇവിടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്തെന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ ചിലപ്പോൾ ആളുകൾ ചോദിക്കും. ഞാൻ പറയണത് നൂറേനെ ആദിലിനെ പോലെയുള്ള കുട്ടികളെ ആളുകൾ കൂടുതൽ ഭയങ്കര സൗന്ദര്യവതികളായിട്ടുള്ള ആളുകളായിട്ട് കാണും. അപ്പോൾ പ്രത്യേകിച്ച് ഇവരെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളും മറ്റും ഇവരെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ അവിടെ നൂറയെ പോലെ ഒരാളിനെ ആദില പിടിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നൂറയെ വിട്ടുകൊടുക്കുന്നില്ല, നൂറയ്ക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്, നൂറയ്ക്ക് ലൈഫിനെ വേറെ രീതിയിൽ കാണണമെന്നുണ്ട്, ആദില എങ്ങനെയെങ്കിലും ലൈഫിൽ നിന്ന് പോയാൽ മതി, ആ രീതിയിലൊക്കെ അസംഷനിൽ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ ആദിലയെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾ. പക്ഷെ അത് അങ്ങനെ അല്ല എന്നുള്ള എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ട് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. ആദില പോകുന്നുണ്ട്, ഞാൻ ബേബിയുടെ കാലിന്റെ അടിമയായിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ക്ലീശ സാധനങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല. എന്നാലും അവരുടെ റിലേഷൻഷിപ്പിൽ അവർ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കണം നമ്മൾ കണ്ടതാണ്. അപ്പൊ നൂറ് അവിടെ ഡൊമിനന്റിങ് ആവുകയാണ്, എന്നാൽ നീ എന്റെ കാലിന്റെ അടിമയായിക്കോളും എന്നുള്ള ലെവലിലൊക്കെ. സോ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആദിലയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ഒരു കണ്ടസ്റ്റന്റ്. അത് മാത്രമല്ല, ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ആദ്യത്തെ ആ ഒരു സമയത്തൊക്കെ ചുമ്മാ തമാശക്കൊക്കെ ആയിട്ട് നൂറ് ഓരോന്നും പറയുമ്പോഴും ഇവരത് ഹൈലൈറ്റ് ചെയ്ത് ആ ഒരു പാട്ട് മാത്രം കട്ട് ചെയ്ത് കാണിക്കുമ്പോ ഓക്കെ അത് വെറുതെ തമാശക്ക് നമ്മുടെ ഇടയിലൊക്കെ ഞാൻ പെട്ടുപോയല്ലോ നിന്റെ കൂടെ. പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞ 3 കൂടെ ഇരിക്കുമ്പോ സംസാരം കേൾക്കണം, നമ്മൾ തന്നെ നാണിച്ചു പോകും. അമ്മാതിരത്താണ് ഉള്ളത് പറയണമല്ലോ. എന്തായാലും അത്രയും സംസാരങ്ങളാ, എന്തൊക്കെയാ സംസാരിക്കണത്, ക്ലോസറ്റ് സംസാരങ്ങളാ ഫുള്ള്. ഇപ്പൊ കമന്റ് വരും കേട്ടോ, ആരായിരുന്നു പറയുന്നത്. പ്രത്യേകിച്ച് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എനിക്ക് ഇതൊക്കെ കിട്ടാറുണ്ട്, ഞാൻ സ്വീകരിച്ചോളാം. 1ാം സ്ഥാനത്തിന് അർഹൻ ബട്ട് കപ്പ് കിട്ടില്ല, ഷാനവാസ്. അപ്പൊ എന്തുകൊണ്ടാ കപ്പ് കിട്ടാത്ത? കപ്പ് കിട്ടാത്തത് ആ ഓഡിയൻസിന്റെ ഒരു പൾസ് കൊണ്ടിട്ട് തന്നെ. അപ്പൊ പിന്നെ 1ാം സമ്മാനത്തിന് എങ്ങനെ അർഹൻ എന്നും പറയുന്നത്? അർഹൻ എന്ന് പറയുന്നത് എനിക്ക് അവിടുത്തെ ഓൾമോസ്റ്റ് ഒരു ഡിപ്ലോമാറ്റിക് സംഭവങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും അത് ഒരു പർട്ടിക്കുലർ 1-2 ആളുകളിൽ മാത്രം ഒതുങ്ങി ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ഒരു ഡിപ്ലോമാറ്റിക് രീതിയിൽ പോയി ജനങ്ങളുടെ ഒരു മാസ് അറ്റൻഷൻ ഒക്കെ വാങ്ങിച്ച് എല്ലാ തരത്തിലുള്ള ഓഡിയൻസിന്റെയും ഒരു സപ്പോർട്ടിങ് കിട്ടാൻ
സാധ്യതയുള്ള ഒരാളെന്നുള്ളത് ഷാനവാസാണ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കൊന്നും ഇതായിട്ടല്ലല്ലോ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഷാനവാസിക്ക കൂടുതലും ആ ഒരു പബ്ലിക് സപ്പോർട്ട്, അദ്ദേഹത്തിന് ഇവിടുന്ന് വോട്ടും ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഞാൻ അത് വെച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷെ ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ഹ്യൂജ് ഓഫ് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ കപ്പ് കിട്ടാത്ത. ആ സപ്പോർട്ടിനെയാണ് അർഹൻ, എന്നാൽ കിട്ടില്ല എന്ന് പറഞ്ഞു. കിട്ടില്ല. ഓക്കെ. അത് വീട്ടിലത്തെ ഒരു ഇത് വീട്ടിലുള്ള ആളുകളെയും ഡിപ്ലോമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് ഈ ഓഡിയൻസിനെ വെച്ചിരിക്കുന്നത് പോലെ. അതെ, എല്ലാം ബാലൻസ് ചെയ്യുന്നുണ്ട് സിറ്റുവേഷൻ അല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ടാസ്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളാണ്. പറ്റാത്തതിൽ നിന്ന് മാറി നിൽക്കും. അത് മറ്റുള്ളവരെ പോലെ അല്ല, എല്ലാവരും എല്ലാം ട്രൈ ചെയ്യും. പക്ഷെ പറ്റുന്ന സാധനത്തിനകത്ത് 100% എഫേർട്ട് എടുക്കുകയും ചെയ്യും. പറ്റാത്തത് മാറി നിൽക്കുകയും ചെയ്യും. ഐ തിങ്ക് അത് അവന്റെ ഹെൽത്ത് ഇഷ്യൂ ആണ്. അതുകൊണ്ടായിരിക്കും ഉറപ്പായിട്ടും. അവനൊരു അറ്റാക്ക് കഴിഞ്ഞിട്ട് നിൽക്കാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളിലൂടെയൊക്കെയാണ് ആള് പോണത്. അപ്പം സോ ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ എന്തിനു ബിഗ് ബോസ് കൊണ്ടുവന്നത്. ഇപ്പൊ വീൽ ചെയറിലൊക്കെ സീസൺ 14 ഹിന്ദിയിൽ നമ്മളുടെ ഒരു മാധ്യമ പ്രവർത്തകൻ വീൽ ചെയറിൽ 1.5 മാസം കണ്ടസ്റ്റന്റ് ആയിട്ട് ഫുൾ ആള് വീൽ ചെയറിൽ സഞ്ചരിക്കും. അത് ഹൈറ്റ് കുറഞ്ഞിട്ട് നമ്മുടെ സൂരജ് വന്നു. അപ്പം ഹെൽത്ത് ഇഷ്യൂ ഒന്നും അങ്ങനത്തെ അവർക്ക് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നിലവിൽ ഇത്രയും ദിവസം വരെയൊക്കെ പോയില്ലേ ആള്. സോ അതുകൊണ്ടിട്ട് ആള് അങ്ങനത്തെ ഒരു പ്രശ്നം, അതുകൊണ്ടായിരിക്കാം ചില ടാസ്കുകളിൽ അവന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ. ഈ ഷാനവാസിക്കല്ലേ ആ നാട്ടുകാരുടെ മുഴുവൻ സപ്പോർട്ട് ഉള്ളത്. എനിക്ക് തോന്നുന്നു സീസൺ ഇതുവരെയും ഉള്ള സീസണുകളിൽ ഒരു ജില്ല മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ നാട് മുഴുവൻ, ലോകം മുഴുവൻ ജനങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമ്മളുടെ ഓരോ സീസണുകളിലെയും വിന്നർമാർ, ഇപ്പൊ സാബുമോനായാലും അഖിൽമാരായാലും റോബിൻ രാധാകൃഷ്ണൻ വിന്നറല്ല, എന്നാലും അങ്ങനെയൊക്കെയുള്ള രജിത് കുമാറിനെയൊക്കെ പോലുള്ള ആളുകൾക്ക് ഒരു ഹ്യൂജ് ഓഫ് സപ്പോർട്ട് സിസ്റ്റം കിട്ടിയെങ്കിൽ ഒരു ജില്ല മുഴുവൻ, അത് അവിടുത്തെ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹ്യ സാംസ്കാരിക ഇടങ്ങളിലെ എല്ലാ മനുഷ്യരും കൂടെ ഒരുമിച്ച് മലപ്പുറം ജില്ലയിലെ മാത്രം ഓട്ടാണ് ഷാനവാസി നിൽക്കുന്നത്. പുറത്തൊക്കെ സപ്പോർട്ടിങ് നമ്മൾ ചെന്ന് ചോദിക്കും പത്രത്തിൽ, മലപ്പുറം ജില്ല അത്ര സ്ട്രോങ് ആണ് അവിടെ അല്ലേ? അത്ര സ്ട്രോങ് ആണ്. അവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഷാനവാസിനെ അറിയാം. ഷാനവാസിന്റെ വൈഫ് എൻ്റെ അടുത്ത് എപ്പോഴും സംസാരിക്കും, ഞാനും പറയാറുണ്ട് എപ്പോഴും ഇരുന്നിട്ട്. പിന്നെ ഇപ്പഴത്തെ സൈഡിൽ നിന്ന് കിട്ടുന്നത് ഒരു കഥാപാത്രം ചെയ്തത് രുദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലൂടെ. രുദ്രൻ ആ മീശപ്പിരിയില്ല, സ്റ്റൈലും എല്ലാ സീസണുകളിലും അത്തരത്തിലുള്ള ഒരു മാസീവ് എൻട്രി ഉള്ള ആളുകൾ ഭയങ്കരമായിട്ട് നോക്കും. ഞാൻ അതുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള ആളുകളെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഡിയൻസ് സപ്പോർട്ടുള്ള ഒരു ആൾ ഇതാണെങ്കിലും അയാൾ വിന്നർ ആവില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, എല്ലാം ഉണ്ട്, പക്ഷെ എന്തൊക്കെയോ ഒരു ചെറിയൊരു ഇത് കുറവ് പോലെ. ഓക്കെ. ഇനി സെൽഫിഷ്നെസ് അങ്ങേയറ്റം. എന്റെ ഒബ്വിയസ്ലി അനുമോളാണോ? ഒബ്വിയസ്ലി അനുമോൾ എന്ന് പറയാൻ എന്താ കാരണം? അനുമോള് ഭയങ്കര സെൽഫിഷാണ്. അനുമോൾക്ക് അനുമോളുടേതായിട്ടുള്ള മാത്രം കാര്യങ്ങളും അനുമോൾക്ക് എങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ അതിന് ന്യായീകരണങ്ങളും. അനുമോളെ കാര്യം ജയിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ന്യായീകരണങ്ങളാണ് ഞെട്ടിപ്പോയിട്ടുള്ളത്. അത് ആർക്കാണേലും അങ്ങനത്തെ ന്യായീകരണങ്ങൾ ഉണ്ടാവില്ലേ? ഇല്ല, ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ട് കൂടിയും ഒരു അപ്പോളജി എന്ന് പറയുന്ന ഒരു സാധനം കുട്ടിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. എപ്പോഴെങ്കിലുമൊക്കെ അത് വരേണ്ടതല്ലേ ഒരു മനുഷ്യന്റെ അടുത്തേക്ക്. നമ്മുടെ അപ്പാനിയുടെ വിഷയം നടന്ന സമയത്ത് ആ കാല് പിടിക്കുന്ന സാധനം പോലും വേറൊരു രീതിയായിരുന്നു. ഒരു ഗെയിം സ്ട്രാറ്റജി പോലത്തെ ഒരു സാധനം, അതൊരു റിയൽ അപ്പോളജി അല്ല. അപ്പം ആ കുട്ടി ഒരു സെൽഫിഷ് ആണ്. ആ കുട്ടി മേ ബി അല്ലല്ല, പൊതുവെ അനുമോളൊരു സെൽഫിഷ് ആണ്. സെൽഫായിട്ടാണല്ലോ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ അവരവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷെ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോള് ഈ ഷോ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇതുവരെയും അനുമോള് സൗഹൃദങ്ങളിലായാലും എന്ത് കാര്യത്തിനകത്തായാലും കണക്റ്റഡ് ആണെങ്കിൽ പോലും അനുമോള് സെൽഫിഷാണ് വ്യക്തിപരമായിട്ട്. കാരണം അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് ഹീലിംഗ് പ്രോസസ്സ് നടക്കും, ഒറ്റപ്പെട്ടാലും ജീവിക്കണ്ടേ, സർവൈവ് ചെയ്യണ്ടേ എന്നൊക്കെ ഉള്ളത്. എല്ലാ മനുഷ്യരും അവരവരുടെ റിയാലിറ്റിയിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ പറയുന്നത്. പക്ഷെ അവർക്ക് ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നുണ്ട്. ഞാനിപ്പോൾ ഇരുന്നുകൊണ്ട് പറയും, എനിക്ക് 2-3 അടി കിട്ടി, ഞാൻ നാളെ ഇനി നന്നാവാം. ഞാൻ എപ്പോഴും ആ അടിയിൽ വീണുകൊണ്ടിരിക്കുന്ന ആളാണ്, എൻ്റെ ക്യാരക്ടർ വെച്ചാൽ പറയുന്നത്. സോ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ശരിക്കും ഇവരൊക്കെയാണ്. അത് സെൽഫിഷ് ആവണം ചില സമയങ്ങളിൽ. പക്ഷെ അവിടെ സെൽഫിഷ് എന്ന് പറയുന്നതിനകത്ത് വേറെ ഒരു ഇതും വേണ്ട. ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവിൽ അനുമോൾ എക്സ്ട്രീം ലെവൽ സെൽഫിഷാണ്. ഓക്കെ.
പേഴ്സണൽ ക്യാരക്ടർ വൈസും അനുമോൾ അങ്ങനെയാണോ അല്ലയോ നമുക്കറിയില്ല. ചിലപ്പം ഒരു ഗെയിമിന് വേണ്ടിയിട്ട് അനുമോൾ ഇവിടുന്ന് പ്രിപ്പയർ ചെയ്ത് പോയിരിക്കുന്ന അനുവിന്റെ ഒരു സ്ട്രാറ്റജി. ഞാൻ അനുമോളെ ലൈവില് കാണുന്നത് ബിഗ് ബോസിനകത്താണ്. ഞാൻ അല്ലാത്ത ഷോകളിലും ഇത് കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടുള്ളൂ. പിന്നെ എന്റെ നാട്ടുകാരെത്തിയ അവൾ ഇടയ്ക്കൊക്കെ നൈറ്റ് ഫുഡ് കഴിക്കാനൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ ഓരോരോ തട്ടുകട അങ്ങനെയൊക്കെ കാണും അവളെ. അപ്പോഴൊക്കെ നോർമലി ചേച്ചി സുഖാണോ, എന്ത് വിശേഷം, ജസ്റ്റ് ഇത്രയൊക്കെ പറയുള്ളൂ. അല്ലാതെ പേഴ്സണൽ നമുക്ക് അറിയില്ല അവരെ പറ്റിയിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട ഗെയിമിൽ സെൽഫിഷ് ആണ്. ഓക്കെ, എന്തിനാ ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റ്? അയ്യോ, അത് ഒബ്വിയസ്ലി പറയൂ. അയ്യോ, 5 സ്റ്റാർ സാബുമാൻ. ഞാൻ അവിടെ ചെന്നിട്ടേ ഞാൻ സാബുമാന്റെ അടുത്ത് പറഞ്ഞു, സാബുമാൻ എനിക്ക് ഇതിന് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഓണസ്റ്റ്ലി എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. പാവം പയ്യന, അങ്ങനെ നമ്മൾ എന്തിനാ അവനെ ഇതാക്കുന്നത്, പേഴ്സണലി പ്രശ്നമില്ല എനിക്ക്. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് പറയുന്നതാണ്, എന്തൊരു 5 സ്റ്റാർ നല്ല ചിരിയാ, എന്തൊരു പൂവമ്പഴം പോലത്തെ ചെറുക്കനെന്ന്. വാഴയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അവൻ പറയണ്ട, തന്നെ ചേച്ചി ഞാൻ പൂവമ്പഴം പോലെ ചോദിക്കുക. അവനെ കളിയാക്കിയാൽ അവന് മനസ്സിലാവില്ല. അവന് കുറെ ഇതുണ്ട്. CBSE അവൻ തന്നെ പറയുന്നുണ്ട്, ഇന്നലെ പ്രാസം എന്തോ പറഞ്ഞ മനസ്സിലായില്ല. 14 ജില്ലയാന്നേ അറിയില്ല. 15 ജില്ല എന്ന് പറഞ്ഞപ്പോ 15 അല്ലേ ചേട്ടാ, ഞാൻ CBSE പഠിച്ചത് കൊണ്ട് ഒന്നും അറിയുന്നില്ല. അവൻ എന്നിട്ട് എന്താ പറഞ്ഞത്, പത്തനാപുരം ജില്ല. പത്തനാപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. പത്തനംതിട്ടുണ്ട്. പത്തനംതിട്ട ജില്ല അടുത്ത്. കണ്ണൂര്. അത് അപ്പൊ മാഹിയുടെ പേര് മയ്യഴി എന്നാണ്. ഇപ്പോ എന്തായാലും നൂറ ഫൈനലിൽ എത്തി എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആദില എത്തുമോ ഇല്ലയോ നമുക്ക് ആർക്കും അറിയേയില്ല. അങ്ങനെ ഒരു ഇതിൽ നിൽക്കാണ്. പക്ഷെ എന്താ ഇപ്പൊ ദിയയാണ് ആദിലേക്കും നൂറയുടെയും രണ്ടുപേരുടെയും പ്രൈമറി കോണ്ടാക്ട് ദിയയാണ്. ദിയക്ക് രണ്ടുപേരും ഒരുപോലെയാണ്. ഇപ്പൊ അവര് അവിടെ ചെന്നപ്പോ രണ്ടുപേരും ഒന്നായിട്ട് കയറിയെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടുപേരും രണ്ടായിട്ടാണ് മത്സരിക്കുന്നത്. പക്ഷെ രണ്ടുപേരുടെയും പ്രൈമറി കോണ്ടാക്ട് എന്ന് പറയുന്നത് ദിയയാണ്. ദിയക്ക് എനിക്കറിയാം, ഞാനിപ്പം നൂറയാണോ ആദിലയോടെയാണോ കൂടുതൽ താല്പര്യം എന്ന് ചോദിച്ചാൽ രണ്ടുപേരും ഒരുപോലെ തന്നെയായിരിക്കും. പക്ഷെ എന്നാലും ഒരാള് ഫൈനലിൽ ഉറപ്പായിട്ടും ഉണ്ട് മറ്റേ ആളുടെ കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ദിയ ഉൾപ്പെടെ നിങ്ങളുടെ ഈ ഒരു ഇവരുടെ കൂടെയുള്ള കമ്മ്യൂണിറ്റി ഉള്ളവരോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിലോ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ വോട്ട് കൊടുക്കുന്നത് നൂറയ്ക്കായിരിക്കോ ആദിലയ്ക്കായിരിക്കോ? അത് ഇവിടെ ഇപ്പം ആദിലയുടെയും നൂറയുടെയും ഓഡിയൻസ് രണ്ടാ. ശരിക്കും ആദിലേനെ ഇഷ്ടമില്ലാത്ത നൂറയുടെ ഓഡിയൻസ് ഉണ്ട്, നൂറേനെ ഇഷ്ടമില്ലാത്ത ആദിലയുടെ ഓഡിയൻസ് ഉണ്ട്. ആദിലേനെയും നൂറേനെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഉണ്ട്. രണ്ടുപേർക്കും സെപ്പറേറ്റ് ഓഡിയൻസ് ആണ്. അതുകൊണ്ടിട്ടാണ് നൂറയ്ക്ക് കൂടുതൽ സപ്പോർട്ടിങ് നമ്മൾ കാണുന്നതും ആദിലയ്ക്ക് കുറവ് സപ്പോർട്ടും കാണുന്നത്. ആദിലൊരു ഹ്യൂജ് ഓഫ് സപ്പോർട്ടിങ് ആൾക്കാരുണ്ട്, ഭയങ്കര ജെനുവിനായിട്ട് ആദിലേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞുതരാം. ഇപ്രാവശ്യം മണി ബോക്സിൽ ആദില പൈസ എടുക്കുമെന്ന് എൻ്റെ ഒരു പ്രതീക്ഷയിലുണ്ടായിരുന്നതായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു അങ്ങനെ ഒരു ഇത്. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെയുള്ള കളികൾ കൊണ്ടുവന്നിട്ട് അതിനകത്ത് മണി ബോക്സ് എടുക്കും എന്നതിലപ്പുറത്തേക്ക് എനിക്കൊരു സംഭവം ഉണ്ടായിരുന്നു. ആദില എങ്ങനെ ആയാലും ഈ ആഴ്ച വന്നാൽ നൂറയ്ക്ക് വേണ്ടിയിട്ട് കുറേ കൂടുതൽ വർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. അപ്പം ആദിലേൻ്റെ ഒരു സപ്പോർട്ടിങ്ങും കൂടെ നൂറയ്ക്ക് വേണ്ടിയിട്ട് കിട്ടും. അതിപ്പം ആദിലയുടെ നൂറേന്റെയും മാത്രം കോംബോ പിടിച്ചിട്ട് ആരും ഇപ്പം അത് തന്നെ നെഞ്ചത്തോട്ട് കൊണ്ടുവരണ്ട. കാരണം ബിന്നി പോയ സമയത്ത് ബിന്നി അനൗൺസ് ചെയ്തിട്ട് അത് സപ്പോർട്ടിങ് കിട്ടിയതാണ് നെവിന്. അതുപോലെ ലക്ഷ്മി പോയ സമയത്ത് അവർ അനൗൺസ് ചെയ്ത് സപ്പോർട്ടിങ് കിട്ടിയതാണ് നെവിന്. സ്വാഭാവികമായിട്ട് അവർ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് ഇവരെ മാത്രം ഇപ്പൊ കുത്താൻ നിൽക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ അതിന് അത്രമാത്രമുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ തന്നത്. അപ്പം ഇവരെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് മാത്രം ബിഗ് ബോസ് പ്രത്യേക കരുതലും ഇതൊക്കെ കൊടുത്തിട്ട് ഇത് ചെയ്യണമെന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഞാൻ ഇത് തന്നത്. ഇപ്പൊ നൂറേന്റെയും ആദിലേന്റെയും ഓഡിയൻസ് രണ്ട് തന്നെയാണ്. ഒരാള് നിന്നാൽ മറ്റേ ആളിന് ഈ ആളിന്റെ ഒരു സപ്പോർട്ടിങ് കിട്ടുന്നുണ്ട്. ഇവര് മാത്രല്ല, ഇപ്പം ആദിലയും നൂറയിലും രണ്ടുപേരും നിൽക്കുന്ന സമയത്ത് ഷാനവാസും അനുമോളും ഇല്ലെന്നുണ്ടെങ്കിലും ഇവരിൽ ഉള്ളവർക്ക് വോട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഇല്ലെങ്കിലും ഷാനവാസും അനുമോളും ഉണ്ടെങ്കിലും ഇവരുടെ വോട്ട് അവിടെ കിട്ടുന്നുണ്ട്. ഒരു സപ്പോർട്ടിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരേ ഡയറക്ഷനിൽ പോകുന്ന വോട്ട് ഞാൻ കാണുന്നത് അനീഷിന്റെ വോട്ട് മാത്രമാണ്.
ബാക്കിയുള്ളവരുടെ വോട്ടിങ്ങിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരെങ്കിലും ഇല്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് വന്നു. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളിന്റെ ഒരു ടീം ഒരു സമയത്ത് കാണിച്ച ഒരു വലിയ ഫ്ലോപ്പാണ് സാബുമാനെ കൊണ്ടുവരാം ഇവിടെ നിർത്തിയിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ പുറത്താക്കാം എന്നുള്ളൊരു സാധനം വന്ന സാഹചര്യത്തിൽ ജിഷിനെ പോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അവിടെ നിന്ന് ഔട്ട് ആവുകയും സാബുമാനെ പോലുള്ള ഒരാളെ കയറുകയും ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സാബുമാൻ ആയിരുന്നു ആ സമയത്ത് ഔട്ട് ആവേണ്ടതും ജിഷിനൊക്കെ ഭയങ്കര നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇന്ന് സാബുമാന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ജിഷിനായിരുന്നു. ഓക്കെ, പക്ഷെ ഇങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, നമുക്ക് നല്ല വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് ജിഷിന്റെ ഭാഗത്ത് നിന്ന് അനുമോൾക്കൊക്കെ നല്ല സപ്പോർട്ടിങ് ഉണ്ട്. അതിപ്പോ വേറെ അവരുടെ സൗഹൃദം കൊണ്ടുള്ളത്. പക്ഷെ ഹീസ് ഡിസേർവിംഗ് കണ്ടസ്റ്റന്റ് ആയിരുന്നു ജിഷിൻ. ഓക്കെ, അടുത്തിലേക്ക് പോകാം. ടോപ്പ് 5-ൽ കംപ്ലീറ്റ്ലി ഡിസേർവ്ഡ് ആയിരുന്നു, എന്നിട്ടും വന്നില്ല. ടോപ്പ് 5-ൽ കംപ്ലീറ്റ്ലി ഡിസേർവ്ഡ് ആയിരുന്നു. യെസ്, ആര്യൻ. എനിക്കും തോന്നി അല്ലേ? പക്ഷെ ആര്യൻ ജിസേൽ ആയിരുന്നു. എനിക്ക് ജിസേൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ജിസേൽ വ്യക്തിത്വം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ജിസേൽ. ഗെയിം കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരാള്. എല്ലാ ഗെയിമും ഒരു കംപ്ലീറ്റ് ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് ആരാണ് സീസണിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് ആര്യനായിരുന്നു. പക്ഷെ എന്നിട്ടും പോയി. ദ റിയൽ വിന്നർ ഓഫ് ബിഗ് ബോസ് സീസൺ 7 നൂറ. നൂറ കപ്പും കൊണ്ട് വരുന്നത് കാത്തിരിക്കുകയാണ്. കപ്പ് കൊണ്ട് വരുമെന്ന്. നൂറ കപ്പ് കൊണ്ട് വരട്ടെ. നിങ്ങൾക്കറിയോ, ഞാൻ ഈ സീസൺ തുടങ്ങിയ സമയം മുതൽ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവരുടെ 2 പേരുടെയും കുടുംബത്തിന് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിരുന്നു. ഞാനായിട്ട് ഡയറക്റ്റ് വിളിക്കുന്നതായിക്കോട്ടെ, മറ്റാളുകളെ കൊണ്ട് വിളിപ്പിക്കുന്നതായിക്കോട്ടെ, ചാനലിൻ്റെ സൈഡിൽ നിന്ന് വിളിപ്പിക്കുന്നതായിക്കോട്ടെ, ഈവൻ ലാലേട്ടൻ്റെ ഉൾപ്പെടെ അടുത്തുനിന്ന് വിളിപ്പിക്കുന്ന സാഹചര്യങ്ങളിലൂടെ പോയിട്ട് പോലും ഇവരുടെ പാരൻസോ ഫാമിലിയോ കുടുംബമോ ആരും ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. അത്രയും പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോഴും അവർ പോകുന്നത്. ഞാൻ 1-2 ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ദയവ് ചെയ്ത് നിങ്ങൾ വളർത്തിയ മക്കളാണ്, നിങ്ങളെ മക്കളാണ്, അത്രയും സ്നേഹമുള്ള മക്കളാണ്, അടിപൊളി പിള്ളേരാണ്, നിങ്ങളെ കുട്ടികളെ സ്വീകരിക്കണം, നിങ്ങൾ അവരുടെ സെക്ഷുവാലിറ്റി ജെൻഡറിനെ അഡ്രസ്സ് ചെയ്ത് നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് കളയരുത്. ഇവർ ലൈഫിൽ അസറ്റാണ്. ഈ കുട്ടികൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എത്താൻ പറ്റും. അത്രയും പൊട്ടൻഷ്യലുള്ള കുട്ടികളാണ്. നമ്മളങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി, അവർ സമ്പാദിച്ചുകൊണ്ട് തരും. കാരണം അത്രയും പൊട്ടൻഷ്യലുണ്ട്. സമ്പാദിക്കൽ മാത്രമല്ല, അവരുടെ ക്വാളിറ്റി ആയിക്കോട്ടെ, അവർ സ്നേഹിക്കുന്നതായിക്കോട്ടെ, അവരുടെ ജെനുവിനിറ്റി, ഇതെല്ലാം അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് അവിടെ വരെ എത്തിയിട്ടും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമുക്ക് ലാസ്റ്റ് ടൈമിൽ അവിടെ പോകേണ്ടി വന്നത്. അവരിത്രയും നിങ്ങളെല്ലാരും വിചാരിച്ചിട്ടും ഇങ്ങനെ കൺവിൻസ്ഡ് ആവാത്തത് അറിയത്തില്ല. ഞങ്ങൾക്ക് അതാണ് ഓർത്തഡോക്സ് ഫാമിലിയാണ്, പ്രത്യേകിച്ച് മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയാണ്. ഇനി ഇവർ ഫാമിലി അക്സെപ്റ്റ് ചെയ്തെന്ന് കരുതിക്കോളൂ രമ്യ. ഉറപ്പായിട്ടും ജനങ്ങൾ ഈ സമൂഹമില്ലേ, സമൂഹം ആ കുടുംബത്തിനെ ഒറ്റപ്പെടുത്തും. അതാണ് നമ്മുടെ സമുദായത്തിന്റെ ഒരു വിഷയം. നമ്മുടെ സമുദായം അനുവദിക്കില്ല ഒരു ലെസ്ബിയൻ ആയിട്ട് ജീവിക്കാനൊന്നും. അവരുടെ തെറ്റല്ലല്ലോ, ഇവർക്ക് എന്താ അത് പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? എത്രയോ ആൾക്കാർ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ അത് മനസ്സിലാകത്തില്ല. ശരിക്കും പല ഫാമിലികളിലും പോയിട്ട് ആ കുട്ടികളുടെ സെക്ഷുവാലിറ്റിയും ജെൻഡറിനെ പറ്റിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഓരോ കുടുംബത്തിലെയും അവസ്ഥകളെ തിരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ച സാഹചര്യങ്ങളുണ്ടായിട്ട് മടലൊക്കെ എടുത്തിട്ട് എറി കിട്ടിയിട്ടുണ്ട് എനിക്ക്. ശരിക്കും ഒരു വീട്ടിനകത്ത് കയറി ചെന്നാൽ പട്ടി അഴിച്ചു വിടും, അങ്ങനെ കിട്ടിയിട്ടുണ്ട്, അടി കിട്ടിയിട്ടുണ്ട്. എത്രയോ ഫാമിലിയെ തിരുത്താം, അവരുടെ അടുത്ത് പോയി നമ്മൾ പറഞ്ഞു കൊടുക്കാം, ഈ കുട്ടികളുടെ അവസ്ഥകൾ മനസ്സിലാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് വിട്ടിട്ടുണ്ട്. അതേമാതിരി അവരെ വീട് വരെ എത്താൻ പറ്റിയില്ല. അതിനു മുമ്പേ പലയിടങ്ങളിൽ നിന്ന് എനിക്ക് വധശ്രമം വരെ ഉണ്ടായിട്ടുണ്ട്. ഫോൺ കോൾ വഴി സപ്പോർട്ട് ചെയ്യുന്നു. ഉറപ്പായിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് എന്നെ കൊന്നു കളയുമെന്നുള്ള ഭീഷണി വന്നിട്ടുണ്ട് എനിക്ക്. പക്ഷെ ഞാൻ കൂടുതൽ വിഷയങ്ങളിലേക്ക് അത് പോവാതിരിക്കുന്ന അവർ പുറത്തേക്ക് വരട്ടെ, അവർ വന്ന് അവരുടെ ലൈഫിനെ പറ്റി പറയട്ടെ. ഒരു പക്ഷെ ആ 2 കുട്ടികളും അറിയുന്നുണ്ടല്ലോ, അവർ പറയുന്നുണ്ട്, നൂറെ ഇടയ്ക്ക് പറയുന്നുണ്ട്, നമ്മൾ എന്തിനാ ബേബി ഇവിടെ വന്നിരിക്കുന്നത്, നമുക്ക് നമ്മുടെ ഒരു സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഒരു വോയിസ് വേണം അല്ലേ, നമ്മുടെ ഒരു സ്പേസ് വേണം, അതിന് തെളിയിക്കാനായിട്ടും പ്രൂവ് ചെയ്യാനല്ലേ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ. അവർ അത്രയ്ക്കും ഫൈറ്റ് ചെയ്യുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളൊക്കെ വരെ വധഭീഷണി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ലോകം? എനിക്കറിയില്ല, ഏതൊക്കെയോ ടീമുകളാ
എന്നെ കൊന്നുകളയുമെന്ന് പറയുന്നു, എൻ്റെ വീട് ആക്രമിക്കുമെന്ന് പറയുന്നു. എനിക്ക് പല പല തരത്തിലുള്ള ത്രെട്ടണിങ് ഉണ്ട്. ഞാനിപ്പോൾ ഇവർ വന്നതിന് ശേഷം കുറച്ച് റെക്കോർഡ്സുകൾ ഞാൻ കയ്യിൽ കരുതി വെച്ചിരിക്കുക. ഇവർ വന്നതിന് ശേഷം ഇവരുടെയും കൂടെ ഒരു സപ്പോർട്ടിങ് കൊണ്ട് ഞാൻ കേസ് കൊടുക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിച്ചിട്ടിരിക്കുക. എന്തൊരു ഭീകരാവസ്ഥ. അത് ശരിക്കും പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന പല ആളുകൾക്കെതിരെ ആ സാധനം വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും കുറേ ആളുകൾക്ക് കൂടുതലായിട്ട് വെളിയിലേക്ക് വരണമെന്നൊക്കെ ഉണ്ട്. ചില ആളുകളെ കൊണ്ട് പറ്റാത്തതാണ് ശരിക്കും. ഇപ്പം ജാസ്മിൻ മൂസ ദുബൈയിൽ നിന്നാണ് വന്നത്, ഞാൻ ഇവിടെ നിന്ന് വന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അവരുടെ സുഹൃത്തുക്കൾ മാത്രമാണ്. അതും കൂടുതൽ അത്രയും അടുത്ത് പ്രൈമറിയിൽ നിൽക്കുന്ന ആളുകളല്ല ഞങ്ങൾ അവരുടെ ഹെൽപ്പേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അവരുടെ കൂട്ടുകാരികളല്ല. ശരിക്കും ഞങ്ങളടുത്ത് അവർക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. എന്തെങ്കിലും അവർക്കൊരു പ്രശ്നം ഉണ്ടായാൽ ആദ്യ ചേച്ചി എന്ന് വിളിക്കും. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി ഒരു ഗാർഡിയൻ പോലെയൊക്കെ ആയിരിക്കുമല്ലോ നമ്മളടുത്ത് എപ്പോഴും ഒരു ഇത് ചോദിക്കുന്നത്. അല്ലാതെ അവരുടെ വ്യക്തിപരമായ ലൈഫിൽ നമ്മൾ ഒരു തരത്തിലും പാർട്ടല്ല. അവർ ഭയങ്കര രസമായിട്ട് അവരുടെ മാത്രം ലോകത്ത് രണ്ടുപേരും ഒറ്റയ്ക്ക് ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പോകുന്ന രണ്ട് കുട്ടികളാണ്. എന്ത് കഷ്ടമാണ് അവരുടെ. എന്തുകൊണ്ടാണ്? പക്ഷെ ഒരു കണക്കിന് ഞാൻ പറയും, സമൂഹം അറിഞ്ഞു, അവരെ അറിയട്ടെ, വിലയിരുത്തട്ടെ, വിമർശിക്കട്ടെ, തെറി പറഞ്ഞോട്ടെ. ഇതിൽ നിന്നൊക്കെ അവർ വരാൻ വേണ്ടി പോകുന്നത് നല്ല തീച്ചൂളയിൽ നിന്ന് എണീറ്റ് വരുന്ന പിള്ളേരെ പോലെ ആയിരിക്കും വരുന്നത്. ഭയങ്കര പവർഫുൾ ആയിരിക്കും. പക്ഷെ പാവം അവരൊക്കെ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. ഈ ഒരു ലോകത്ത് അവർക്കും ഒന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ അത്രമാത്രം സ്ട്രഗിൾ. എത്രയോ പിള്ളേരുണ്ടെന്ന് പറയുന്നത് അതിലെ 100 മാത്രമല്ല. ശരിക്കും ലെസ്ബിയൻസ് ആയിട്ടും ഗേ ആയിട്ടും ട്രാൻസ് ആയിട്ടും ഒക്കെ ജീവിതത്തിൽ ഭയങ്കര ബൈനറികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഈ ഇതിലൊക്കെ ജീവിക്കുന്ന ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള മനുഷ്യരൊക്കെ കുറേ സ്ട്രഗിൾഡാണ്. അതായത് ഇതിൻ്റെ ഐഡൻറ്റിറ്റി ഇതാണെന്ന് പറയാനും എന്നെ നിങ്ങൾ ഇങ്ങനെ കാണരുത് എന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. നമുക്കൊക്കെ പറയാൻ പറ്റും, ഞാൻ സ്ത്രീ എന്നുള്ളൊരു ലേബലിൽ നിന്നിട്ടിരുന്നോണ്ട് എന്നെ നീ ഇങ്ങനെ നോക്കരുത് എന്ന് പറയും. അതേസമയം ഒരു ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് നീ എന്നെ നോക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാനിട്ട് ഇങ്ങനെ പറയും. അവർ വാല്യൂ കൊടുക്കുന്നില്ല, വില കൊടുക്കുന്നില്ല, സംസാരിക്കും. അവിടെ ഞാൻ സത്യം ഈ സീസണിൽ ആദിലയും നൂറയും ഒരുപാട് മെസ്സേജാണ് സമൂഹത്തിന്റെ മുമ്പിൽ കൊടുത്തത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നെവിൻ്റെതും എനിക്ക് തോന്നുന്നുണ്ട്. പാവം നെവിനും അതേത്തോളം നമ്മളിപ്പോൾ ഇപ്പോഴല്ലേ നെവിൻ ഇങ്ങനെ അഗ്രസീവായിട്ട് ഈ ഒരു ഫേസ് ഒക്കെ. അതിനു മുമ്പേ നെവിനാണേലും അവിടെ സഫർ ചെയ്യണതും എല്ലാവരുടെയും കുത്തിയുള്ള വാക്കുകളും ശരിക്കും നമുക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആണ്. എന്തിനാ അവർ ഇങ്ങനെയൊക്കെ ഹേർട്ട് ചെയ്യിപ്പിക്കണത് എന്ന് ഇങ്ങനെ തോന്നും. അവരും ജീവിച്ചോട്ടെ നമ്മുടെ കൂടെ, നമ്മളെ അവർ ഒരു രീതിയിലും. ഇപ്പം നെവിൻ്റെ രീതികളും ചേഷ്ടകളും ഒക്കെ ഇപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള എനിക്ക് നെവിൻ എന്താണെന്ന് അറിയാം. ഞാൻ അവൻ്റെ ഐഡന്റിറ്റിയോ ജെൻഡറോ സെക്ഷുവാലിറ്റിയോ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അറിയാം. പക്ഷെ ചില ഇടങ്ങളിലൊക്കെ നെവിൻ്റെ പ്രതികരണങ്ങൾ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതിലേക്കൊപ്പം നൂറയ്ക്കൊപ്പം നിന്നിരുന്നെങ്കിൽ അവനെ കുറെ കൂടെ അവനൊരു സേഫസ്റ്റ് ഇടം കിട്ടിയാണ്. കാരണം അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളാണ്, എക്സാക്ട്ലി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു ടൈമില് ഇവർ തമ്മിൽ ഇത് ചെയ്തപ്പം ഇറങ്ങിപ്പോവാൻ വേണ്ടിയിട്ട് ഇവർ കളിച്ചൊരിതില് അവൻ ട്രിഗറായി. അതിനുശേഷം ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു. ഞാൻ തിരിച്ചു ചെന്ന സമയത്ത് അവനെ ഹഗ് ചെയ്ത് ഞാൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഇവർക്കെല്ലാം നിന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നീ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞിപ്പോ അങ്ങനെ കുഴപ്പമില്ല, നമ്മൾ സെറ്റ് ആവും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ഗെയിം പ്ലാറ്റ്ഫോം ഉണ്ട്. ക്രിക്കറ്റ് പ്ലെയർ അനുമോളും അക്ബറും രണ്ടുപേരും ആണ്. ഒരാളെന്ന് പറഞ്ഞാൽ ഇല്ല, രണ്ടുപേരും കട്ടയ്ക്ക് ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആണ്. ഓക്കെ. അനുമോളുടെ ഗെയിമിന്റെ രീതി എനിക്ക് ഇഷ്ടമില്ല സത്യം പറഞ്ഞാൽ. അക്ബറിന്റെ ഗെയിമിന്റെ രീതിയും എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ അക്ബർ കുറെ കൂടെ എത്തിക്സ് ഉള്ള ഒരു ഗെയിമറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എത്തിക്സ് ഇല്ലാത്ത ഗെയിമർ അനുമോളാണ്. അതുകൊണ്ട് ക്രൂക്കഡാണ് രണ്ടുപേരും. ഓക്കെ, ലാസ്റ്റ് വൺ, ഇമോഷണൽ പ്ലെയർ. ഇമോഷണൽ പ്ലെയർ എനിക്ക് അനുമോള് ചെയ്യണത് എനിക്ക് ഇമോഷണൽ ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. ഇതൊക്കെ നാടകം പോലെ ഫീൽ ചെയ്യുന്നത്. അത് ഇമോഷണൽ അല്ല. ഇമോഷണൽ എനിക്ക് ഹൃദയം കൊണ്ട് വിഷമിക്കുന്ന ഒരാൾ ഷാനവാസിനെ കണ്ടു. ആണോ? പിള്ളേരുടെയൊക്കെ വിഷയം വന്നപ്പോഴത്തേക്കും സോ എനിക്കത് ഷാനവാസിൻ്റെ ഇമോഷൻസ്, എനിക്ക് ആദിലയുടെ ഇമോഷൻ യെസ്റ്റർഡേ വാസ് അനുമോളുടെ ഇടയിലുള്ള അതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ സെഗ്മെന്റ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇനി വെയിറ്റ് ചെയ്യാണ് ആ ഒരു ഫൈനൽ സെറിമണിയിലേക്ക്. ആരായിരിക്കും കപ്പ് കൊണ്ടുപോവാ, അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ 5 പെട്ടെന്നൊന്ന് പറയോ ആരൊക്കെയാണെന്ന്? ഫൈനൽ 5 ഷാനവാസ്, അനീഷ്, അനുമോള്, നൂറ, അക്ബർ. ഓക്കെ, ഫൈനൽ 3? നൂറ, അനുമോൾ, നൂറ, അനീഷ്, ഷാനവാസ്. അനുമോളില്ല? എനിക്കില്ല. ഇല്ല. ടോപ്പ് 2? ടോപ്പ് 2 അനീഷും നൂറയായിരിക്കും. എനിക്ക് ഓക്കെ, താങ്ക് യു ദിയ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.